ലില്ലിപ്പൂക്കൾക്ക് ഇതളുകൾ 3, റോസാപ്പൂക്കൾക്ക് 5, സൂര്യകാന്തിക്ക് 34, 55 അല്ലെങ്കിൽ 89 ഇതളുകൾ. എന്താണ് ഇങ്ങനെയെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൗതുകം തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഈ പ്രകൃതി അതീവ നിഗൂഢത നിറഞ്ഞതാണ്. പലതും നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത ഇടങ്ങളിലായിരിക്കും. ചിലപ്പോൾ ആഴിയുടെ അഗാധതയിൽ, മറ്റു ചിലപ്പോൾ നിഗൂഢമായ വനങ്ങൾക്കുള്ളിൽ. എന്നാൽ നമ്മുടെ കൺമുമ്പിലും പ്രകൃതി ചില രഹസ്യങ്ങൾ, ചില നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന രീതി. അതിന് ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞത്. പ്രകൃതിയിലെ ഏറ്റവും നിഗൂഢത നിറഞ്ഞ അതേസമയം മനോഹരവുമായ ഒരു പ്രത്യേകതരം സംഖ്യാ കൂട്ടുകെട്ടാണ് ഇത്. ഇതറിയപ്പെടുന്നത് ഫിബനാച്ചി സീക്വൻസ് എന്നാണ്. എന്താണ് ഫിബനാച്ചി സീക്വൻസ് അല്ലെങ്കിൽ ഫിബനാച്ചി ശ്രേണി? പ്രകൃതിയിൽ ഫിബനാച്ചി ശ്രേണിക്കും അല്ലെങ്കിൽ ഫിബനാച്ചി സംഖ്യകൾക്കുമുള്ള പ്രത്യേകത സ്ഥാനം എന്താണ്? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഫിബനാച്ചി സംഖ്യ? ഒരു പ്രത്യേക ഗണിതശാസ്ത്ര നിയമത്തിൽ നിന്നാണ് ഫിബനാച്ചി സംഖ്യകൾ രൂപപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫിബനാച്ചി ശ്രേണിയാണ്. ഇവിടെ നിയമം വളരെ ലളിതമാണ്. ഓരോ സംഖ്യയും അതിനു മുമ്പുള്ള 2 സംഖ്യകളുടെ തുകയാണ്. അങ്ങനെ ഈ ശ്രേണി തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പാറ്റേൺ അനന്തമായി തുടരുകയും ആദ്യം സാവധാനത്തിലും പിന്നീട് അതിവേഗത്തിലും വളരുന്നതായി കാണാം. ഫിബനാച്ചി ശ്രേണി എങ്ങനെയാണ് കണ്ടെത്തിയത്? ഈ ശ്രേണിക്ക് പേര് ലഭിച്ചത് 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായ ലിയനാർഡോ ഓഫ് പിസയിൽ നിന്നാണ്. അദ്ദേഹം ഫിബനാച്ചി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. മുയലുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് ഉത്തരം തേടുന്നതിനിടയിലാണ് ഫിബനാച്ചി ഈ പാറ്റേൺ കണ്ടെത്തിയത്. പ്രശ്നം ഇതായിരുന്നു: ഒരു ജോഡി മുയലുകൾ ഓരോ മാസവും ഒരു പുതിയ ജോഡി മുയലുകളെ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ ഒരു വർഷത്തിന് ശേഷം എത്ര ജോഡി മുയലുകൾ ഉണ്ടാവും? ഈ ചോദ്യം പരിഹരിക്കുന്നതിനായി ഫിബനാച്ചി രൂപം നൽകിയ ഈ ശ്രേണി, ഈ ലളിതമായ ശ്രേണി പ്രകൃതിയിലെയും കലയിലെയും ശാസ്ത്രത്തിലെയും പാറ്റേണുകൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു താക്കോലായി മാറുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ചില നിബന്ധനകൾക്ക് വിധേയമായി മുയലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഫിബനാച്ചി സങ്കല്പിച്ചു. നിയമങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകൾ ഇങ്ങനെയാണ്. തുടങ്ങുന്നത് ഒരു ജോഡി മുയലുകളിലാണ്, ഒരു മാസം പ്രായമുള്ളവ. മുയലുകൾ പ്രായപൂർത്തിയാകാൻ ഒരു മാസം എടുക്കുന്നു. പ്രായപൂർത്തിയായ ഓരോ ജോഡിയും എല്ലാ മാസവും ഓരോ പുതിയ ജോഡി മുയലിന് ജന്മം നൽകുന്നു. മുയലുകൾ ഒരിക്കലും ചത്തുപോകുന്നില്ല. ഈ നിയമങ്ങൾ അനുസരിച്ച് ഓരോ മാസവും നിലവിലുള്ള മുയൽ ജോഡികളുടെ ആകെ എണ്ണം നമുക്ക് കണക്കാക്കാം. വളർച്ചാഘട്ടം മാസം തോറുമുള്ള കണക്കാണ്. മാസം 1 തുടങ്ങുന്നത് ഒരു നവജാത ജോഡി, ആകെ 1. 2ാം മാസത്തിൽ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ആ നവജാത ജോഡി പ്രായപൂർത്തിയാകുന്നു. അവർക്ക് ഇപ്പോൾ മാത്രമാണ് പ്രായപൂർത്തിയായത്, അതിനാൽ പുതിയ കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് വീണ്ടും ആകെ 1. 3ാം മാസം പ്രായപൂർത്തിയായ ജോഡി ഒരു പുതിയ ജോഡിക്ക് ജന്മം നൽകുന്നു. ഇപ്പോൾ ഉള്ളത് പ്രായപൂർത്തിയായ ഒരു ജോഡി, നവജാത ഒരു ജോഡി, ആകെ 2 ജോഡി. 4ാം മാസമാകുമ്പോൾ പ്രായപൂർത്തിയായ ജോഡി വീണ്ടും ഒരു പുതിയ ജോഡിക്ക് ജന്മം നൽകുന്നു. 3ാം മാസത്തിലെ നവജാത ജോഡി ഇപ്പോൾ പ്രായപൂർത്തിയാകുന്നു. ഇപ്പോൾ ഉള്ളത് 2 പ്രായപൂർത്തിയായ ജോഡികൾ, ഒരു നവജാത ജോഡി, ആകെ 3. 5ാം മാസമാകുമ്പോൾ പ്രായപൂർത്തിയായ ഓരോ ജോഡിയും, അതായത് ഇപ്പോൾ 2 ജോഡിയുണ്ട്, ഒരു പുതിയ ജോഡിക്ക് ജന്മം നൽകുന്നു. ആകെ 2 പുതിയ ജോഡികൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 3 പ്രായപൂർത്തിയായ ജോഡികൾ, 2 നവജാത ജോഡികൾ, അങ്ങനെ ആകെ 5. ഇങ്ങനെ മുന്നോട്ട് പോകും തോറും നമുക്ക് കിട്ടുന്ന എണ്ണം എഴുതുകയാണെങ്കിൽ അതിൽ 1, 1, 2, 3, 5, 8, 13, 21 എന്നിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് ഒരു കൃത്യമായ ഫിബനാച്ചി ശ്രേണി. ഫിബനാച്ചി സംഖ്യകൾക്ക് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ടെങ്കിലും അതിന്റെ പ്രയോഗങ്ങൾ ഈ ആധുനിക യുഗത്തിലും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കമ്പ്യൂട്ടർ അൽഗരിതങ്ങൾ, സെർച്ച് എഞ്ചിനുകൾ, ഷെയർ മാർക്കറ്റ് അഥവാ ഓഹരി വിപണി വിശകലനം, വാസ്തുവിദ്യയും കലകളും, സംഗീത രചന, ആധുനിക എഞ്ചിനീയറിംഗ്, ജീവശാസ്ത്രവും പ്രകൃതി രൂപങ്ങളും എന്നിവയിലെല്ലാം ഫിബനാച്ചി സംഖ്യകളുടെയും ശ്രേണികളുടെയും ഒരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. കാര്യക്ഷമതയും വളർച്ചയും ഒരു പ്രത്യേക പാറ്റേണും ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഫിബനാച്ചി സംഖ്യകളുടെയും ശ്രേണികളുടെയും പ്രയോഗം നമുക്ക് കാണാനാവും. ആധുനിക മേഖലകളിലെ ഫിബനാച്ചി സംഖ്യകളുടെ പങ്ക് എന്താണ്? നിരവധി ആധുനിക മേഖലകളിൽ ഫിബനാച്ചി സംഖ്യകൾക്ക് സുപ്രധാനമായ പങ്ക് ഉണ്ട്. കമ്പ്യൂട്ടർ അൽഗോരിതങ്ങളിൽ കാര്യക്ഷമമായ സെർച്ചിങ്, സോർട്ടിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് പോലെയുള്ള ഡാറ്റ ഘടനകൾ നടത്താൻ, ഗ്രാഫ് അൽഗോരിതംസിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ എന്നിവയിലെല്ലാം ഫിബനാച്ചി ശ്രേണി അല്ലെങ്കിൽ ഫിബനാച്ചി രീതി ഉപയോഗപ്രദമാണ്. ഓഹരി വിപണി വിശകലനത്തിലും ഫിബനാച്ചി ശ്രേണിയുടെ അല്ലെങ്കിൽ ഫിബനാച്ചി സംഖ്യകളുടെ ഒരു ശ്രേണി രൂപമാണ് ഉപയോഗിക്കുന്നത്. സംഗീത രചനയിൽ ആസ്വാദികരമായ താളക്രമങ്ങളും ഈണങ്ങളും സൃഷ്ടിക്കുന്നതിൽ ഫിബനാച്ചി ശ്രേണികൾ സഹായിക്കും. സംഗീതജ്ഞർ ഫിബനാച്ചി അടിസ്ഥാനമാക്കിയുള്ള സമയക്രമീകരണം, നോട്ടുകളുടെ അകലം, ഗോൾഡൻ റേഷ്യോ എന്നിവ ഉപയോഗിച്ച് സ്വാഭാവികമായ സന്തുലിതാവസ്ഥ അനുഭവപ്പെടുന്ന സംഗീത ശൈലികൾക്ക് രൂപം നൽകാൻ. ഫിബനാച്ചി ശ്രേണിയുടെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഭാഗം പ്രകൃതിയിലെ അതിന്റെ സാന്നിധ്യമാണ്. പ്രകൃതിയിൽ
ഒരു രഹസ്യ ഗണിത കോഡ് പിന്തുടരുന്നത് പോലെ ഇത് വീണ്ടും വീണ്ടും കാണപ്പെടുന്നു. ഒന്നാമതായി പൂവിതളുകൾ. പല പൂക്കളിലും പൂക്കളുടെ ഇതളുകൾ ഉണ്ടാകുന്നത് ഫിബനാച്ചി ശ്രേണികളുടെ എണ്ണത്തിലാണ്. ഉദാഹരണത്തിന് ലില്ലിപ്പൂക്കൾക്ക് 3 ഇതളുകൾ, റോസാപ്പൂവിന് 5 ഇതളുകൾ, സൂര്യകാന്തിക്ക് 34, 55 അല്ലെങ്കിൽ 89, ഡേസി പൂക്കൾക്ക് 34, 55 അല്ലെങ്കിൽ 144 ഇതളുകൾ വരെ. റോസാപ്പൂവിന് 5 ഇതളുകൾ എന്ന് പറഞ്ഞതിൽ സംശയിക്കേണ്ട. നമ്മൾ ഇന്ന് കാണുന്ന പല റോസാപ്പൂക്കളും, തട്ടുതട്ടായി അടുക്കുകളായി ഇതളുകൾ കാണുന്ന പല റോസാപ്പൂക്കളും യഥാർത്ഥത്തിൽ സങ്കരയിനങ്ങളാണ്. എന്നാൽ റോസാപ്പൂവിന്റെ വൈൽഡ് വെറൈറ്റിയായ റോസ അസിക്കുലാരിസ് എന്ന യഥാർത്ഥ റോസവിന് 5 ഇതളുകളാണ് ഉള്ളത്. കൂടുതൽ സൂര്യപ്രകാശം പിടിച്ചെടുക്കാൻ സഹായിക്കുന്നതിനാണ് സസ്യങ്ങൾ ഈ പാറ്റേൺ സ്വീകരിച്ചിരിക്കുന്നത്. പൂക്കളിൽ മാത്രമല്ല, സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണം അഥവാ ഫില്ലോടാക്സിയിലും ഫിബനാച്ചി ശ്രേണികളുടെ രീതി കാണാം. ഒരു തണ്ടിലെ ഇലകൾ അപൂർവമായി മാത്രമേ ക്രമരഹിതമായി സ്ഥാപിക്കാറുള്ളൂ. അവ സാധാരണയായി പരസ്പരം നിഴൽ വീഴുന്നത് പരസ്പരം ഒഴിവാക്കുന്ന രീതിയിൽ ഒരു തണ്ടിന് ചുറ്റുമായിട്ടാണ് വളരുന്നത്. ഈ ചുറ്റൽ ഫിബനാച്ചി ശ്രേണിയിൽ നിന്ന് വരുന്ന ഗോൾഡൻ ആംഗിൾ എന്ന കോണുമായി പൊരുത്തപ്പെടും. എന്താണ് സുവർണ കോൺ അല്ലെങ്കിൽ ഗോൾഡൻ ആംഗിൾ? എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ഇലകളുടെ ക്രമീകരണം, പൈൻ കോണുകളുടെ രൂപം, കടൽ ചിപ്പികളുടെ ആ ഒരു ജിയോമെട്രി എന്നീ മനോഹരമായ രൂപങ്ങൾ ഒന്നും യാദൃശ്ചികമല്ല. അവയെല്ലാം ഒരൊറ്റ അസാധാരണ സംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഗണിത രൂപകൽപ്പനയാണ്. ആ മാന്ത്രിക സംഖ്യയാണ് ഫൈ അഥവാ ഗോൾഡൻ റേഷ്യോ. ഫൈയുടെ ഏകദേശ മൂല്യം 1.618 ആണ്. നൂറ്റാണ്ടുകളായി കലാകാരന്മാരും വാസ്തുശില്പികളും ഗണിതശാസ്ത്രജ്ഞരും ജിയോമെട്രി, സൗന്ദര്യശാസ്ത്രം എന്നിവയിൽ ഫൈയുടെ സാന്നിധ്യം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഫൈയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഉപയോഗം പ്രകൃതിയിലാണ് കാണുന്നത്. സസ്യങ്ങൾ എങ്ങനെ വളരുന്നു, ജീവൻ എങ്ങനെ കാര്യക്ഷമമായി രൂപപ്പെടുന്നു എന്നതിനെ ഫൈ നിശബ്ദമായി നിയന്ത്രിക്കുന്നുണ്ട്. പ്രകൃതിയെ ഫൈ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ ഫൈ സൃഷ്ടിക്കുന്ന ഗോൾഡൻ ആംഗിളിനെ കുറിച്ച് നമ്മൾ പറയണം. ഒരു വൃത്തം 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഈ വൃത്തത്തെ രണ്ടായി വിഭജിക്കുകയാണെങ്കിൽ 2 ആർക്കുകൾ നമുക്ക് കിട്ടും. ഇവിടെ മുഴുവൻ വൃത്തവും വലിയ ആർക്കും തമ്മിലുള്ള അനുപാതം വലിയ ആർക്കും ചെറിയ ആർക്കും തമ്മിലുള്ള അനുപാതത്തിന് തുല്യമാവുകയാണെങ്കിൽ നമുക്ക് സവിശേഷമായ ഒരു വിഭജനമായിരിക്കും ലഭിക്കുന്നത്. ഇതിന്റെ അനുപാതം ഫൈ സംഖ്യയ്ക്ക് തുല്യമായിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതുപോലെ ഫൈ സംഖ്യയ്ക്ക് അനുപാതമായ റേഷ്യോ അനുപാതം ലഭിക്കണമെങ്കിൽ 2 രീതിയിൽ മാത്രമേ ആ വൃത്തത്തെ നമുക്ക് വിഭജിക്കാനാവുകയുള്ളൂ. ഏകദേശം 222.5 ഡിഗ്രി വരുന്ന വലിയ ആർക്കും 137.5 ഡിഗ്രി വരുന്ന ചെറിയ ആർക്കും മാത്രം. ഇതിൽ ഈ ചെറിയ കോൺ 137.5 ഡിഗ്രിയാണ് ഗോൾഡൻ ആംഗിൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ കോണളവിനെ സവിശേഷമാക്കുന്നത്? പ്രകൃതി ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഉത്തരം സസ്യങ്ങൾ വളരുന്ന രീതിയിലാണ്. ഒരു പുതിയ ഇലയോ ഇതളോ വിത്തോ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് തണ്ടിന്റെ അറ്റത്തോ പൂമുട്ടിന്റെ ഉള്ളിലോ ആയിരിക്കും വളരുക. അതിജീവനത്തിനായി ഓരോ പുതിയ ഭാഗവും മുൻപുള്ളവയുമായി ഓവർലാപ്പ് ചെയ്യാതെ പരമാവധി വിടർന്നു നിൽക്കണം. എല്ലാ ഇലകൾക്കും സൂര്യപ്രകാശം ലഭിക്കണം. എല്ലാ വിത്തുകൾക്കും ഇടം ലഭിക്കണം. സസ്യം കാര്യക്ഷമമായി വളരണം. ഇലകൾക്ക് വേണമെങ്കിൽ 90 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി പോലെയുള്ള ലളിതമായ കോണുകളിൽ വളരാം. പക്ഷേ അങ്ങനെ വളരുകയാണെങ്കിൽ പാറ്റേൺ ആവർത്തിക്കുകയും ഇലകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചതുപോലെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ഗോൾഡൻ ആംഗിൾ 137.5 ഡിഗ്രി വ്യത്യസ്തമാണ്. ഇത് ഫൈയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ഫൈ എന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. അതായത് ഇതിനെ ലളിതമായ ഒരു ഭിന്നസംഖ്യയായി എളുപ്പത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ ഫലമായി ഗോൾഡൻ ആംഗിൾ ഒരു വൃത്തത്തിന് ചുറ്റും ആവർത്തിച്ച് ചേർക്കുമ്പോൾ സ്ഥാനങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടുകയില്ല. അതായത് ഇലകൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചതുപോലെ ഇരിക്കുകയില്ല. ഇലകൾ ഒരേ ദിശയിൽ ഒരിക്കലും വിന്യസിക്കപ്പെടുന്നില്ല. വിത്തുകൾ കൂട്ടം കൂടുന്നില്ല. ഓരോ പുതിയ വളർച്ചയും ലഭ്യമായ ഏറ്റവും വലിയ ഒഴിഞ്ഞ ഇടം നികത്തിയെടുക്കുകയും ചെയ്യും. സൂര്യകാന്തിയിലും പൈൻ കോണുകളിലും കറ്റാർ വാഴകളിലും ഫിബനാച്ചി സംഖ്യകളുമായി പൊരുത്തപ്പെടുന്ന സ്പൈറലുകൾ ഇതുകൊണ്ടാണ് കാണപ്പെടുന്നത്. ഈ ഫിബനാച്ചി സ്പൈറലുകൾ ഗോൾഡൻ ആംഗിളിന്റെ നമുക്ക് ദൃശ്യമാവുന്ന തെളിവാണ്. ലളിതമായി പറഞ്ഞാൽ ഫൈ എന്ന സംഖ്യ കോൺ അളവിനെ നിയന്ത്രിക്കുന്നു. ആ കോൺ അളവ് പാറ്റേൺ സൃഷ്ടിക്കുന്നു. ഗോൾഡൻ ആംഗിൾ ഒരു സാധാരണ വൃത്തത്തെ പ്രകൃതിപരമായ പാക്കിങ്ങിനും ഒപ്റ്റിമൈസേഷനും വളർച്ചയ്ക്കുമുള്ള തികഞ്ഞ രൂപരേഖയായി മാറ്റുന്നു. ഫിബനാച്ചി ശ്രേണിയും ജീവലോകവും തമ്മിലുള്ള ഒരു ഗണിതപരമായ പാലമാണിത്. ഫൈ ഇല്ല എങ്കിൽ ഗോൾഡൻ ആംഗിൾ ഉണ്ടാകില്ല. ഗോൾഡൻ ആംഗിൾ ഇല്ല എങ്കിൽ സൂര്യകാന്തിയിലെ അതിമനോഹരമായ ആ സ്പൈറലുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് സസ്യജാലങ്ങളിലെ ഇലകളിലെ കാര്യക്ഷമമായ ക്രമീകരണം എന്നിവയൊന്നും നടക്കുകയില്ലായിരുന്നു, നമ്മൾ കാണുകയില്ലായിരുന്നു. ഫൈയും ഗോൾഡൻ ആംഗിളും തമ്മിലുള്ള ഈ ബന്ധം പ്രകൃതിയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസുകളിലൊന്ന്. നിശബ്ദമാണ്, അദൃശ്യമാണ്, എന്നാൽ നമുക്ക് വിശ്വസിക്കാനാവാത്ത വിധം ശക്തമാണ്.
ഒരൊറ്റ സംഖ്യയ്ക്ക് എങ്ങനെ ജീവനെ തന്നെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് ഇത് കാണിച്ചു തരും. ഫിബനാച്ചി ശ്രേണിയിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള അനുപാതം നോക്കുകയാണെങ്കിൽ അതും 5 എന്ന സംഖ്യയോട് അടുത്ത് വരുന്നതായി നമുക്ക് കാണാം. ഇത്തരത്തിൽ ഗോൾഡൻ റേഷ്യോ ഫിബനാച്ചി സീക്വൻസുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂര്യകാന്തി വിത്തുകൾ. ഒരു സൂര്യകാന്തി പൂവിന്റെ മധ്യഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ സ്പൈറലുകൾ കാണാം. ഇടത്തോട്ട് പോകുന്നതും വലത്തോട്ട് പോകുന്നതുമായ, അതായത് ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും പോകുന്ന സ്പൈറലുകൾ. ഈ ചുറ്റലുകളുടെ എണ്ണം പലപ്പോഴും 34, 55 അല്ലെങ്കിൽ 55, 89 പോലെയുള്ള ഫിബനാച്ചി സംഖ്യകളായി. അതായത് സൂര്യകാന്തി പൂവിന്റെ നടുവിൽ ക്രമീകരിച്ചിരിക്കുന്ന വിത്തുകൾ ഒരു വിത്തിൽ നിന്നും മറ്റൊന്ന് 137.5 ഡിഗ്രി എന്ന അളവിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ക്രമീകരണം കാരണം ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വിത്തുകൾ തിങ്ങി നിറയ്ക്കാൻ സഹായിക്കുന്നു. പൈൻ കോണിലും പൈനാപ്പിളിലും ഫിബനാച്ചി ചുറ്റലുകൾ കാണാം. ഓരോ ദിശയിലേക്കുമുള്ള ചുറ്റുകൾ എണ്ണി നോക്കിയാൽ 8, 13 അല്ലെങ്കിൽ 5, 8 പോലെയുള്ള ജോഡികൾ ശ്രദ്ധയിൽപ്പെടും. എന്തിനേറെ ചുഴലിക്കാറ്റുകൾ, താരാപഥങ്ങൾ എന്നിവ പോലും ഈ രീതി പിന്തുടരുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ചുഴലുകൾ അവ വികസിക്കുമ്പോഴും അവയുടെ ആകൃതി നിലനിർത്തുന്നു. ഇത് സ്ഥിരത നഷ്ടപ്പെടാതെ വളരാൻ അല്ലെങ്കിൽ വികസിക്കാൻ അവയെ സഹായിക്കുകയും ചെയ്യും. പ്രകൃതി എന്തുകൊണ്ടാണ് ഫിബനാച്ചി സംഖ്യകൾ അല്ലെങ്കിൽ ശ്രേണികൾ പിന്തുടരുന്നത്? സസ്യജന്തുജാലങ്ങളുടെ വളർച്ചയ്ക്ക് പ്രകൃതി ഏറ്റവും കാര്യക്ഷമമായ വഴിയാണ് എപ്പോഴും തേടുന്നത്. അതുകൊണ്ട് തന്നെ ഊർജം ലാഭിക്കൽ, ഏറ്റവും കാര്യക്ഷമമായി വിവേകത്തോടെ സ്ഥലപരിമിതി ഉപയോഗിക്കൽ, സൂര്യപ്രകാശം പരമാവധി ലഭ്യമാക്കാൻ, ഘടനകൾക്ക് പ്രത്യേക രൂപം നൽകാൻ, ഒരു പ്രത്യേക സ്ഥലപരിമിതിക്കുള്ളിൽ വിത്തുകൾ കാര്യക്ഷമമായി അടുക്കി വെക്കാൻ, സസ്യജന്തുജാലങ്ങൾക്ക് മികച്ച സന്തുലിതമായ അവസ്ഥയിൽ വളരാൻ എന്നീ മേഖലകളിലെല്ലാം ഫിബനാച്ചി ശ്രേണികളുടെ അല്ലെങ്കിൽ ഫിബനാച്ചി സംഖ്യകളുടെ പ്രയോജനം പരമാവധി പ്രകൃതി നടത്തുന്നുണ്ട്. ജന്തു ജീവജാലങ്ങൾക്ക് ഏറ്റവും ഭംഗിയായി ഏറ്റവും കാര്യക്ഷമമായി വളരാൻ സഹായകമാകുന്ന ഏതൊരു പാറ്റേണിനെയും ഏതൊരു സംഗതിയെയും പ്രകൃതി അനുകൂലിക്കുന്നു, അഥവാ നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നു. അത്തരത്തിൽ പ്രകൃതി കണ്ടെത്തിയ ഏറ്റവും ലളിതവും ശക്തവുമായ പ്രശ്ന പരിഹാര മാർഗങ്ങളിൽ ഒന്നാണ് ഫിബനാച്ചി ശ്രേണി. ഫിബനാച്ചി ശ്രേണി എന്നാൽ വെറും സംഖ്യകളുടെ ഒരു പട്ടിക അല്ലെങ്കിൽ ഒരു കൂട്ടം മാത്രമല്ല. അത് ഗണിതശാസ്ത്രവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പാലമാണ്. പൂക്കൾ എങ്ങനെ വിടരുന്നു, പൂവിതളുകൾ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ രീതി എന്ത്, വിത്തുകൾ, ചിപ്പി, കൊടുങ്കാറ്റ്, താരാപഥം എന്നിവയെല്ലാം എങ്ങനെ ചുരുളുകളായി കാണപ്പെടുന്നു എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇത് ഉത്തരം നൽകുന്നു. പ്രകൃതി ക്രമരഹിതമായി വളരുന്നില്ലെന്നും ലളിതവും കാര്യക്ഷമവും മനോഹരവുമായ പാറ്റേണുകൾ എപ്പോഴും പിന്തുടരുന്നതെന്നും ഇത് കാണിച്ചു തരും. അടുത്ത തവണ നിങ്ങൾ ഒരു സൂര്യകാന്തി പൂ കാണുമ്പോൾ അല്ലെങ്കിൽ പൈൻ കോൺ കാണുമ്പോൾ, കടൽ ചിപ്പി കാണുമ്പോൾ ഓർക്കുക, അതിൽ കാണപ്പെടുന്ന ചുരുളുകൾ കേവലം യാദൃശ്ചികതയല്ല, മറിച്ച് പ്രകൃതിയുടെ നിശബ്ദമായ ഒരു ഗണിതശാസ്ത്രമാണ്. നിങ്ങൾ കാണുന്നത് ഫിബനാച്ചി ശ്രേണിയുടെ ഒരു മാന്ത്രികതയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക്